കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനസ്സിലെത്തി എരുതി അണക്കാൻ വേണ്ടി പാടുപെടുകയായിരുന്നു സുഭാഷ്. തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നോർത്തപ്പോൾ അതിനേക്കാൾ താൻ കാരണം അനിയന്മാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമായിരുന്നു എന്ന് ആ മൂത്തദേശത്തിനെ കൂടുതൽ വേദനിപ്പിച്ചു. ഹരീഷും നീതും തമ്മിലുള്ള ആ ഒരു വിവാഹം നീണ്ടുപോകാൻ വേണ്ടി കാരണം താനാണ്. തനിക്കൊരു പെണ്ണ് ശരിയാവാതെ അവരുടെ കാര്യം നോക്കില്ല എന്ന വാശിയിലാണ് വീട്ടുകാരെ. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോവാൻ സുഭാഷ് മനസ്സനുവദിച്ചില്ല. അങ്ങനെ ഒരു എടുത്തതോടുകൂടിയാണ് സുഭാഷ് ബ്രോക്കറെയും കൂട്ടി നേരെ വിജയനെ കാണാൻ പോയത്. എന്തായാലും ഒരു തീരുമാനമുണ്ടാവണം വിജയ് ചേട്ടാ. സുഭാഷിന്റെ സ്വരത്തിൽ നിസ്സഹായത ഉണ്ടായിരുന്നു. ബ്രോക്കർ നെടുവീർപ്പോടുകൂടി സുഭാഷിനെ നോക്കി. സുഭാഷെ, നിനക്ക് വേണ്ടി ഞാൻ കയറാത്ത വീടുകളില്ല, കാണാത്ത പെൺകുട്ടികളില്ല. പക്ഷേ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതങ്ങ് മുടങ്ങും. ഇനിയിപ്പോൾ പുതിയതായിട്ട് എൻ്റെ കയ്യിൽ ആലോചനകളൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സുഭാഷ് തിടുക്കത്തോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒരെണ്ണമൊന്ന് നോക്ക് ചേട്ടാ. എനിക്ക് വലിയ ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. എൻ്റെ അനിയന്മാരുടെ ഭാവി എൻ്റെ പേര് പറഞ്ഞ് നശിച്ചുകൂടാ. അതുകൊണ്ട് എനിക്കൊരു പെണ്ണ്, അത്രേ എനിക്ക് വേണ്ടുള്ളൂ. വിജയൻ സുഭാഷിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഞാൻ നോക്കാം സുഭാഷെ, നമുക്ക് ശരിയാക്കാം. ആ സമയത്താണ് ബ്രോക്കറുടെ ഫോൺ ശബ്ദിച്ചത്. ഫോൺ എടുത്ത് ബ്രോക്കറുടെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം വന്നു. ആണോ? ആ ശരി 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 എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. എന്നിട്ട് നെറ്റി ചുളിച്ചുകൊണ്ടവരെ നോക്കി. എന്ത് കാലമാണെന്ന് നോക്കുന്നത്? ഇപ്പോൾ വിളിച്ചത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി രണ്ടാമതൊരു ബന്ധം ആലോചിക്കാൻ പറഞ്ഞതാ. പെണ്ണ് ആദ്യത്തെ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ പോയിരിക്കുക. അത് കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കല്യാണം നടത്തണം പോലും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ കാര്യങ്ങളെ ബ്രോക്കർ പുച്ഛത്തോടെ പറഞ്ഞു. എന്നാൽ സുഭാഷിന്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ തിളങ്ങി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ എനിക്കാലോചിച്ചൂടെ? ബ്രോക്കർ വിജയനും അങ്ങ് ഞെട്ടിത്തരിച്ചു പോയി. സുഭാഷെ, നീ എന്താ ഈ പറയുന്നത്? അതെ, എനിക്ക് ആ പെൺകുട്ടിയെ മതി. എനിക്ക് സമ്മതമാ. രണ്ടാം വിവാഹമാണെന്നൊന്നും എനിക്കൊരു പ്രശ്നമില്ല. സുഭാഷ് വളരെ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അല്ല സുഭാഷെ, നീ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ പോരെ? നിന്റെ വീട്ടിൽ സമ്മതിക്കോ? മാത്രമല്ല ആ കുട്ടിക്ക് നിന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ടെന്നാ തോന്നുന്നത്. ബ്രോക്കർ സംശയത്തോടെ ചോദിച്ചു. വീട്ടുകാരുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. പ്രായ കൂടുതലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോൾ എൻ്റെ കല്യാണം നടക്കണം, അത്രമാത്രം. സുഭാഷിൻ്റെ ആ വാക്കുകളിൽ തൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ത്യാഗമുണ്ടായിരുന്നു. ഒടുവിൽ ബ്രോക്കർ സമ്മതിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ. അങ്ങനെ ദീപാവലി വന്നെത്തുകയാണ്. വീടെങ്ങും അതിൻ്റെ ഒരു ചെറിയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. സുധീഷിൻ്റെ മനസ്സിൽ പഴയ ഒരു വലിയൊരു പദ്ധതി തന്നെ തെളിയുന്നുണ്ടായിരുന്നു. നിധിയെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. അതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത മുഴുവൻ. സുഭാഷേട്ടാ. സുധീഷ് വന്ന് സുഭാഷേട്ടൻ്റെ അടുത്തിരുന്നു. ഇത്തവണത്തെ ദീപാവലിക്ക് നമുക്ക് അടിച്ചു പൊളിക്കണം. സുഭാഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെന്താടാ ഇത്തവണ ഇത്ര പ്രത്യേകത? നിധിയുടെ വീട്ടിൽ ദീപാവലി വലിയ ആഘോഷമാണ്. അവളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അവൾക്ക് ഒരു കുറവും തോന്നരുത്. അവിടെയുള്ള അതേ സന്തോഷം അവൾക്ക് ഇവിടെ നിന്ന് കിട്ടണം. സുധീഷിൻ്റെ കണ്ണിൽ നിധിയോടുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. നിധിക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മറ്റ് ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ അവൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞ് വാചാലനായി. എടാ, ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്നും എനിക്കറിയില്ല. അതിനിപ്പോൾ ഇനി ആര് വരും? സുഭാഷ് സംശയം പ്രകടിപ്പിച്ചു. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. അതിനുള്ള പണിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ചേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, സുധീഷ് ആവേശത്തോടെ പറഞ്ഞു. ദീപാവലിയുടെ തലേ ദിവസം വൈകുന്നേരം വീട്ടിൽ പടക്കങ്ങളും കമ്പിത്തിരിയും പൂത്തിരിയുമൊക്കെയായി സുധീഷ് എത്തി. എല്ലാവരും സന്തോഷത്തോടു കൂടെ തന്നെ അതെല്ലാം നോക്കിക്കണ്ടു. രാത്രി വൈകിയപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ആ സമയത്ത് തന്നെ സുധീഷ് പതുക്കെ സുഭാഷിനെ വിളിച്ചുണർത്തി. സുഭാഷ് ഏട്ടാ, ആ പലഹാരമുണ്ടാക്കുന്ന ചേച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുന്നേൽക്ക്. ഇപ്പോഴോ? ഈ പാതിരാത്രിക്കോ? സുഭാഷ് കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അതെ, നിധി ഉറങ്ങുന്ന സമയത്തിന് എല്ലാം റെഡിയാക്കണം. സുധീഷ് പറമ്പിലെ അടുപ്പും പാത്രങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നു. സാധാരണ പകലിൽ മാത്രം ജോലി ചെയ്യുന്ന അവരെ സുധീഷ് നിർബന്ധിച്ചുകൊണ്ടാണ് രാത്രിയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നല്ല നാടൻ പലഹാരങ്ങളുടെ മണം വീടിൻ്റെ മുറ്റത്തങ്ങ് നിറയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വീടിൻ്റെ വാതിൽ തുറന്നൊരു ശബ്ദം കേട്ടു. നിധിയായിരുന്നു അത്. അവൾ ഉറങ്ങിയിരുന്നില്ല. മുറ്റത്തെ വെളിച്ചവും പലഹാരങ്ങളുടെ മണവും കണ്ട് അവൾ പുറത്തേക്ക് വന്നതായിരുന്നു. സുധീഷും സുഭാഷ് ഏട്ടനും കൂടി നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. നിധി എഴുന്നേറ്റോ? സുധീഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചേച്ചി നിധിയെ നോക്കി പറഞ്ഞു. മോളെ, ഈ സുധീഷ് നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് നിന്റെ വീട്ടിലെ പോലെ ദീപാവലി ആഘോഷിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടാ. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് വേണ്ടി സുധീഷ് ഇത്രയൊക്കെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആ രാത്രിയിലെ മധുരത്തിന് അവളോടുള്ള സുധീഷിൻ്റെ പ്രണയത്തിൻ്റെ രുചിയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വീട് മുഴുവൻ ഉണർന്നിരുന്നു. എല്ലാവരും പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സുഭാഷാണ് എല്ലാവർക്കും വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തത്. എന്നാൽ സുധീഷ് നിധിക്ക് വേണ്ടി മാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കവറുമായി അവളുടെ അടുത്തേക്ക് ചെന്നു. ഇത് നിനക്കുള്ളതാ. അവൻ ഒരു മനോഹരമായ സാരി അവൾക്ക് നേരെ നീട്ടി.
നിനക്ക് ഈ കളറില്ലെന്ന് തോന്നുന്നു, ഇട്ട് നോക്ക്. നിധി ആ സാരി വാങ്ങിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് ആ സാരി എടുത്ത് നിധി പുറത്തേക്ക് വന്നപ്പോൾ സുധീഷ് അറിയാതെ അവളെ തന്നെ അങ്ങ് നോക്കി നിന്ന് പോയി. അവൻ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ആ ഒരു വേഷത്തിൽ. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നതിൽ തന്നെ സുധീഷ് പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന്. എല്ലാവരും വന്ന് നിരന്നു നിന്നു. സുധീഷ് പതുക്കെ നിധിയുടെ അടുത്തേക്ക് അങ്ങ് നീങ്ങി നിൽക്കുകയാണ്. ക്യാമറ ഓണാക്കിയതിനു ശേഷം അവൻ തൻ്റെ കൈ നിധിയുടെ തോളിലൂടെ ഇട്ടു. നിധി ഒന്ന് ഞെട്ടിയെങ്കിലും അവളൊന്നും തന്നെ പറഞ്ഞില്ല. അവൾ അവനോട് ചേർന്ന് നിന്നു. സുധീഷിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു. ആ ചിത്രം അവൻ തൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കുകയും ചെയ്തു. എന്നാൽ ദീപാവലി തിരക്കിടത്തിന് സുഭാഷിനെ തേടി ബ്രോക്കറുടെ ഫോൺ വന്നിരുന്നു. സുഭാഷെ, ഞാൻ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചു. അവർ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് നീ പോയിട്ട് പെണ്ണിനെ ഒന്ന് കാണണം. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് സുഭാഷ് തീർത്തും പറഞ്ഞു. എനിക്കൊരു പെണ്ണിനെ വേണം, അതാരായാലും കുഴപ്പമില്ല. അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് വരട്ടെ. അതെങ്ങനെ ശരിയാവും സുഭാഷെ? പെണ്ണിനെ കാണാതെ എങ്ങനെയാ ഉറപ്പിക്കുക? ബ്രോക്കർ വിട്ടില്ല. ഒടുവിൽ സുഭാഷ് ഒരു തീരുമാനത്തിലെത്തി. എങ്കിൽ ഞാൻ തനിച്ചു വരാം. ഒരു കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് ഞങ്ങൾ പരസ്പരം കാണാം. കണ്ടിട്ട് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാം. ബ്രോക്കറും അതിന് സമ്മതിച്ചു. ഇതേ സമയം നിധിയും നികേഷും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. കുറച്ച് ദിവസങ്ങളായി അവിടെ വരുന്ന ആ ഒരു ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി നികേഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന് സുധീഷ് ഇത് ശ്രദ്ധിച്ചു. എടാ നികേഷേ, അവൾ നിന്നെ തന്നെയാണോടാ നോക്കുന്നത്? നീ പോയിട്ട് അവളോട് സംസാരിക്ക്. സുധീഷ് അവനെ പ്രോത്സാഹിപ്പിച്ചു. നിധി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കി. ചേട്ടൻ കൊള്ളാലോ, ഇവനെ വഴി തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? അല്ല നിധി, ഒരു പെൺകുട്ടി ഇഷ്ടത്തോടെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചു നോക്കണ്ടേ? സുധീഷ് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. നികേഷും അത് ശരിയാണെന്ന് തോന്നി. അവൻ ധൈര്യം സംഭരിച്ച് ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ തന്നെ നോക്കുന്നത് പോലെ. ഗായത്രി നാണത്തോടെ ചിരിച്ചു. അതെ, ഞാൻ ഇയാളോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സം വരും. നികേഷിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദൈവം സഹായിച്ച് അവൾക്ക് തന്നോട് ഇഷ്ടമാണെന്ന് അവൻ അങ്ങ് ഉറപ്പിച്ചു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഗായത്രി പതുക്കെ പറഞ്ഞു. ദൈവമേ, ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുമെന്ന് കരുതി നികേഷ് കണ്ണും പൂട്ടി നിന്നു. നികേഷിൻ്റെ ചേട്ടനോട് ഞാൻ അന്വേഷണ എന്ന് പറയണം. ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരാമോ? നികേഷ് ഞെട്ടിക്കൊണ്ട് തന്നെ കണ്ണു തുറന്നു. ചേട്ടനോ? ഏത് ചേട്ടൻ? സുധീഷ് ചേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നത് ഹരീഷേട്ടൻ്റെ കാര്യമായിരിക്കും. നികേഷിൻ്റെ സകല പ്രതീക്ഷകളും അങ്ങ് തകർന്നു വീണു. ഇത്രയും ദിവസം താൻ സ്വപ്നം കണ്ട പെൺകുട്ടി സ്വന്തം ജ്യേഷ്ഠൻ്റെ നമ്പർ ചോദിക്കുന്നു. സങ്കടം സഹിക്കാനാവാതെ നികേഷ് തിരികെ സുധീഷിനെയും നിധിയുടെ അടുത്തേക്ക് നടന്നു. എന്തായടാ സുധീഷെ? ആകാംക്ഷയോട് ചോദിക്കാണേ. സുധീഷ്, എന്തായടാ നികേഷ് എന്ന് ആകാംക്ഷയോട് ചോദിക്കാണ് സുധീഷ്. ഒന്നും പറയണ്ട സുധീഷേട്ടാ, അവൾക്ക് എന്നെയല്ല വേണ്ടത്, എൻ്റെ ചേട്ടനെയാ. ഹരീഷേട്ടൻ്റെ നമ്പറാ അവൾ ചോദിക്കുന്നത്. നികേഷ് സങ്കടത്തോടെ പറഞ്ഞു. സുധീഷ് അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. എടാ, നിനക്ക് പ്രേമിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അവൾക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, നീ വിഷമിക്കണ്ട. സുധീഷ് അവനെ ആശ്വസിപ്പിച്ചു. നികേഷും ഹരീഷും കൂടി വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. അവിടെ നീതു ഉണ്ടായിരുന്നു. ഹരീഷുമായി കുശലം പറഞ്ഞിരിക്കുന്ന നീതുവിൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും വിഷമത്തോടെ ചെന്ന് നിന്നു. പിന്നാലെ സുധീഷും അങ്ങോട്ടേക്ക് എത്തി. ഓ, സ്വർഗത്തിൽ കട്ടുറുമ്പുകൾ വന്നല്ലോ. ഞങ്ങൾ 5 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. നീതു മുഖം കൊട്ടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ വെറുതെ വന്നതൊന്നുമല്ല നീതു, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ, സുധീഷ് ചിരിയോടെ പറഞ്ഞു. സന്തോഷ വാർത്തയോ? അതെന്തായെന്ന് ഹരീഷ് ചോദിച്ചു. നികേഷ് ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. എൻ്റെ കാര്യം പോക്കാ ഹരീഷേട്ടാ. അവിടുത്തെ ഒരു പെൺകൊച്ചി ഹരീഷേട്ടൻ്റെ നമ്പർ ചോദിച്ചു. അവൾക്ക് ഹരീഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇത് കേട്ടപ്പോൾ നീതു ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു. അവളുടെ മുഖം അങ്ങ് വലിഞ്ഞു മുറുകി. ഏത് പെൺകൊച്ചാടാ അത് ചോദിച്ചത്? എടാ ഹരീഷേ, ഞാനല്ലാത്ത നേരം നോക്കി നീ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ പുറകെ പോകുന്നുണ്ടോ? നീതു ഹരീഷിൻ്റെ നേർക്കങ്ങ് പാഞ്ഞെടുത്തു. അയ്യോ എൻ്റെ നീതു, എനിക്കൊന്നും അറിയത്തില്ല. ഇവർ പറയുന്ന ആ പെണ്ണ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഹരീഷ് പേടിച്ചിരുണ്ടുകൊണ്ട് തന്നെ പിന്നോട്ട് മാറി. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതവളാ അവള്? എൻ്റെ ചെക്കന് വേറൊരുത്തിയും ഇങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ അങ്ങനെ ആർക്കും അവൾ എൻ്റെ ചെക്കനെ വിട്ടുകൊടുക്കില്ല, നീതു ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു. ഹരീഷ് അവളെ സമാധാനിപ്പിക്കാൻ പാടുപെട്ടു. ഇതേ സമയം നഗരത്തിലെ ഒരു കോഫി ഷോപ്പിൽ സുഭാഷ് ആ ഒരു പെൺകുട്ടിയെ കാത്തു നിൽക്കുകയായിരുന്നു. ബ്രോക്കറും അവളുടെ അനിയനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. സുഭാഷിനേക്കാൾ പ്രായക്കൂടുതൽ അവൾക്ക് തോന്നിച്ചിരുന്നു. പക്ഷേ സുഭാഷ് അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാം, അവൾ സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒട്ടും ചേരില്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. ഞാൻ വേറെ കല്യാണം കഴിക്കില്ല എന്നും അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നുമാണ് അയാളുടെ വിചാരം. ഡിവേഴ്സ് തരാനും അയാൾ വലിയ പ്രശ്നമുണ്ടാക്കി. എനിക്ക് അയാളെ കാണിച്ചു കൊടുക്കണം. അയാളില്ലാതെയും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അവളുടെ വാക്കുകളിലുള്ള വാശിയായിരുന്നു. സുഭാഷ് എല്ലാം തന്നെ ശാന്തമായി കേട്ടിരുന്നു. അയാൾക്ക് ഈ വിവാഹം തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്, സുഭാഷ് പറഞ്ഞു. ബ്രോക്കർ അങ്ങ് അന്തം വിട്ടുപോയി. ഇത്രയും പ്രശ്നമുള്ള ഒരു ബന്ധത്തിന് സുഭാഷ് ഒറ്റ വാക്കിലങ്ങ് സമ്മതം മൂളിയത് അയാൾക്കൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ വൈകുന്നേരമായപ്പോൾ നീതു ഹരീഷിനെയും നികേഷിനെയും വലിച്ച് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. ഗായത്രി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നീതു നേരെ ചെന്ന് ഗായത്രിയുടെ മുന്നിലേക്ക് നിന്നു. നീ എന്താണ് നിന്റെ മനസ്സിൽ കരുതിയത്? എൻ്റെ ഹരീഷേട്ടനെ നിനക്ക് ഇഷ്ടമാണെന്നോ? എന്നേക്കാൾ വലിയ സുന്ദരിയാണോ നീ എന്നാണോ നിന്റെ വിചാരം? നീതു അവിടെ കിടന്ന് അലറാൻ തുടങ്ങി. ഗായത്രി ഭയന്നുപോയി. ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ ചേച്ചിയൊന്നൊന്നും വിളിക്കണ്ട. ഈ നിൽക്കുന്നവൻ എൻ്റെ ഭർത്താവാൻ പോകുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്നിട്ട് നിനക്ക് ഇവനെ തന്നെ വേണമല്ലേ? ഗായത്രി ഹരീഷിനെ നോക്കി പറഞ്ഞു. ഇതാരാ? ഈ ചേട്ടനെ എനിക്ക് വേണ്ട. ഞാൻ ഈ ചേട്ടൻ്റെ നമ്പറല്ല ചോദിച്ചത്. നികേഷ് മുന്നോട്ട് വന്നു. പിന്നെ നീ എന്നോട് ചോദിച്ചത് ചേട്ടൻ നമ്പർ വേണമെന്ന് പറഞ്ഞില്ലേ? അത് ഈ ചേട്ടനല്ല. ഇന്നലെ നികേഷിൻ്റെ കൂടെ നിന്ന വേറൊരാളില്ലേ? ആ ചേട്ടൻ്റെ നമ്പറാ. ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആ ചേട്ടനെ. അത് സുധീഷ് ചേട്ടനാ, നികേഷ് വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതുവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഓ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ കരുതി എൻ്റെ ഹരീഷ് അങ്ങ് കൈവിട്ടു പോയി എന്ന്. സോറി കേട്ടോ മോളെ. അവൾ പെട്ടെന്ന് തന്നെ ഗായത്രിയോട് ചിരിച്ചു. ഹരീഷ് തലക്കടിച്ചു പോയി. രാത്രി എല്ലാവരും വീട്ടിലിങ്ങനെ ഒത്തുകൂടിയപ്പോൾ നികേഷ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. നിധി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് പോട്ടടാ, ആ പെൺകുട്ടി നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് നീ വിഷമിക്കണ്ട. അപ്പോഴേക്കും സുധീഷ് ഇടപെട്ടു. അവൾക്ക് ഹരീഷിനല്ലേ ഇഷ്ടം? ഹരീഷിൻ്റെ പിന്നാലെയല്ലേ അവൾ പോയത്? ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? നീതു അവിടെ ചെന്ന് ബഹളമുണ്ടാക്കിയപ്പോഴാ സത്യം മനസ്സിലായത്. അവൾക്ക് വേണ്ടത് എന്നെയല്ല, ദേ ഈ സുധീഷ് ചേട്ടനെയാണ്. സുധീഷ് ചേട്ടൻ്റെ നമ്പറാണ് അവൾ ചോദിച്ചത്. സുധീഷ് ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി. പിന്നെ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വിടർന്നു. അവൻ അഹങ്കാരത്തോടുകൂടി നിധി ഒന്ന് പാളി നോക്കി. അവൾ എൻ്റെ നമ്പറാ ചോദിച്ചത്. ഞാൻ ഭയങ്കര സുന്ദരനല്ലേ? ഇവിടെ ചിലർക്കൊന്നും നമ്മളെന്നും തീരെ വിലയില്ലായിരിക്കും. പക്ഷേ വിലയുള്ളവർ പുറത്തുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിധിയുടെ മുഖം പെട്ടെന്നങ്ങ് മാറി. അവൾ അവിശ്വസനീയതോടെ തന്നെ സുധീഷിനെ നോക്കി. സുധീഷ് വിട്ടില്ല. അവൻ വീണ്ടും ഗായത്രിയെ വർണ്ണിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും ആ പെൺകൊച്ചിനെ ഞാൻ ശ്രദ്ധിച്ചതാ. നല്ല ഭംഗിയാ അവളെ കാണാൻ. നല്ല ഐശ്വര്യമുള്ള മുഖം. അത് കേട്ടപ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം ഇരിച്ചു കയറി. അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിധിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. എടാ, അത് എന്തിൻ്റെ ലക്ഷണമാണെന്ന് നിനക്കറിയാമല്ലോ? സുധീഷ് കണ്ണിറുക്കി. അവൾക്ക് എൻ്റെ ജീവന അതിൻ്റെ ലക്ഷണമായി പോയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ സുധീഷ് നന്നായി ഒരുങ്ങി ഷർട്ടൊക്കെ തേച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദീപാവലിക്ക് നിധി എടുത്തു കൊടുത്ത ആ ഒരു ഷർട്ടായിരുന്നു അത്. നികേഷ് അങ്ങോട്ടേക്ക് വന്നു. അല്ല സുധീഷ് ഏട്ടാ, ഇതെങ്ങോട്ടേക്കായി രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട്? സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എങ്ങനെയുണ്ട് നിധി, ഈ ഷർട്ട് കൊള്ളാമോ? നിധി മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ കൊള്ളാം. ചോദിക്ക്, ഇത്ര രാവിലെ ഇങ്ങനെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്ക്. അതിപ്പോൾ ഞാനെന്തിനാ ചോദിക്കുന്നത്? ജോലിക്ക് പോകുമായിരിക്കുമെന്ന് നികേഷ് പറഞ്ഞു. ജോലിക്കൊന്നുമല്ല, ഞാൻ ഗായത്രിയെ കാണാൻ പോവാ. സുധീഷ് വളരെ കൂളായി പറഞ്ഞു. നിധിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. അവൾ കടുത്ത ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കി. താൻ അവനെ തല്ലുന്ന ഒരു രംഗം അവളുടെ മനസ്സിലൂടെ അങ്ങ് മിന്നി മറിഞ്ഞു. നീ വേറെ പെണ്ണിൻ്റെ പുറകെ പോകുമടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞതില്ലേ എന്ന് ചോദിച്ച് അവനെ അടിക്കുന്ന അവളിങ്ങനെ മനസ്സിൽ കണ്ടു. എന്താ നിധി, നീ എന്തെങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. നിധി ദേഷ്യം കടിച്ചമർത്തി. തനിക്ക് അവനോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ അവളുടെ അഹങ്കാരം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന ഓർമ്മ നിനക്കില്ലേ? എന്നിട്ട് നീ വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണോ? സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ വെറുതെ പേരിന് മാത്രമൊരു കല്യാണമല്ലായിരുന്നോ? അല്ലേ നിധി? നിധി സഹായത്തോടുകൂടി അതേ എന്ന് തലയാട്ടി. കണ്ടില്ലേ, നിധിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഏത് പെണ്ണിൻ്റെ പുറകെ പോയാലും അവൾക്കൊരു പ്രശ്നവുമില്ല. പിന്നെ സുഭാഷേട്ടൻ എന്താ ഇത്ര പ്രശ്നം? സുധീഷ് ഷർട്ടിൻ്റെ കോളറൊക്കെ ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ അങ്ങ് പുറത്തേക്ക് നടക്കുകയാണ്. സുധീഷ് സന്തോഷത്തോടു കൂടി തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നിധിയുടെ നെഞ്ചിലിങ്ങനെ തീ കോരിയിട്ടൊരവസ്ഥയിലായിരുന്നു. തനിക്ക് അവനെ എക്കാലത്തുമായി നഷ്ടപ്പെടുമോ എന്ന വലിയൊരു ഭയം അവളുടെ മനസ്സിനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി. സ്നേഹം തുറന്നു പറയാൻ കഴിയാത്ത അവളുടെ ആ ഒരു അവസ്ഥയിൽ കാറ്റത്തെ കിളിക്കൂടിയ പോലെ ഒരു ബന്ധം അങ്ങനെ ആടി ഉലയുന്നുണ്ടായിരുന്നു. പതുക്കെ അവൾ വാതിൽക്കൽ വന്നു നിന്ന് അവൻ പോകുന്നതും നോക്കി നിന്നു. കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് നിധി. നിധിക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ സുധീഷ് മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചു പോകുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാനാവാതെ ആകെ വിഷമത്തോടു കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.